യോഗ്യതയിൽ ക്രമക്കേട് കാണിച്ച കേരള സർവകലാശാല ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗം ടി.ജി. വിനോദ് കുമാർ നായരെ പുറത്താക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ചാൻസലർ നോമിനേഷൻ പിൻവലിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നേരത്തെ നമ്മൾ നൽകിയ വാർത്ത ഇദ്ദേഹം വിദ്യാഭ്യാസ യോഗ്യതയില്ലായ്മ എന്നുള്ളതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിൻഡിക്കേറ്റിൽ നിന്നും അയോഗ്യനാക്കുന്നതിലേക്ക് എത്തുന്നു എന്നതാണ്. ഇപ്പോൾ പുതിയ സംഭവവികാസം എന്താണ്? അനുജ, അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ചാൻസലറുടെ പ്രതിനിധി അല്ലെങ്കിൽ ബി.ജെ.പി. പ്രതിനിധിയായി 2 പേരാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായി ഉള്ളത്. ഇതിൽ ഒരാൾക്കാണ് ഇപ്പോൾ ടി.ജി. വിനോദ് കുമാർ നായർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് ജോലി നോക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന നിലയിൽ ജോലിയിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന തസ്തികയിലെ നിയമനം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ജൂനിയർ സയന്റിസ്റ്റ് എന്ന നിലയിൽ മാത്രമേ ഇദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ കഴിയൂ. എന്നാൽ ഇദ്ദേഹത്തെ സർവകലാശാലയ്ക്ക് പുറത്തുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് സയന്റിസ്റ്റ് എന്ന നിലയിലായിരുന്നു മുൻ ചാൻസലർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇദ്ദേഹത്തെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ റിസർച്ച് പദവി തന്നെ ഇപ്പോൾ ഇല്ലാതാകുന്നു, സയന്റിസ്റ്റ് പദവി തന്നെ ഇപ്പോൾ ഇല്ലാതാകുന്നു. ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ച് അദ്ദേഹത്തെ പുറത്താക്കണം. അല്ല എങ്കിൽ ഇദ്ദേഹത്തിൽ അടിയന്തരമായി സർവകലാശാലയുടെ യശസ് ഉയർത്തി കാണിക്കാൻ ചാൻസലറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിനിധി കൂടിയായി അഡ്വക്കേറ്റ് ജി. മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ടി.ജി. വിനോദ് കുമാറിന്റെ പ്രതികരണം ലഭ്യമാക്കാൻ നമ്മൾ പലതവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന തസ്തിക ഇല്ലാതാകുന്നത്. ഇദ്ദേഹം 2015 ജൂനിയർ സയന്റിസ്റ്റ് എന്ന തസ്തികയിലായിരുന്നു പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ഇദ്ദേഹത്തിന് വേണ്ടി ചില ഇളവുകൾ നൽകി ചെയ്തു കൊടുത്തു എന്നും സാധാരണഗതിയിൽ 5 വർഷം എക്സ്പീരിയൻസ് എന്നുള്ളത് ഇദ്ദേഹത്തിന് മാത്രം ഇതിൽ അപേക്ഷിക്കാവുന്ന നിലയിൽ വേണ്ടി 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന നിലയിൽ മാറ്റുകയും ഇദ്ദേഹത്തിന് വേണ്ടി തമിഴ് ഭാഷയിലും സംസ്കൃത ഭാഷയിലും അടക്കം യോഗ്യത വേണമെന്നുള്ള പ്രാവീണ്യം വേണമെന്നുള്ള യോഗ്യത നിബന്ധനയായി വെക്കുകയും ചെയ്തു. ഇതെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നുണ്ട്. അനുജ, ഇതാണ് ടി.ജി. വിനോദ് കുമാർ നായരെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. രാജിവെക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ചാൻസലർ നോമിനേഷൻ പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.